ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ എന്താണ് കോടതി കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. ബിലാസ്പൂർ NIA കോടതി വിധി പുറപ്പെടുവിക്കാൻ ഇനി ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനിടെ നിർണായകമായ ചില കൂടിക്കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഇന്നും കൂടിക്കാഴ്ചകൾ നടക്കാനിരിക്കുന്നു. ഡൽഹിയിൽ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്നലെ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ വിളിപ്പിച്ചിരുന്നു. പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോഴാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. അനുജ, ഈ കൂടിക്കാഴ്ചയുടെ സമയം ഈ ഘട്ടത്തിൽ നിശ്ചയിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസിയിലാണ്. അവിടെ നിന്നും മടങ്ങിയെത്തിയ ശേഷം മാത്രമേ ഈ കൂടിക്കാഴ്ച ഉണ്ടാകൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ചകൾ, കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ സാഹചര്യങ്ങൾ, ഈ അറസ്റ്റിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രതിഷേധങ്ങളും ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതും. ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും കൂടിക്കാഴ്ച നടത്തുന്നതും. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായ ചില തീരുമാനങ്ങൾ, ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഇരു സംസ്ഥാനങ്ങളിലെയും ഛത്തീസ്ഗഡിലെയും കേരളത്തിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ വോട്ട് ബാങ്കും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെ, സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം എന്ന നിർദ്ദേശം രണ്ട് സംസ്ഥാനങ്ങളിലെയും പാർട്ടി നേതൃത്വങ്ങൾക്ക് BJP ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട്. നിലവിലിപ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വർഷമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിന്റെ തുടർച്ചയായാണ് ഈ യോഗം. ഇന്ന് നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ എത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം നേരെ ഛത്തീസ്ഗഡിലേക്ക് പോയ ശേഷം മാത്രമായിരിക്കും ഡൽഹി സന്ദർശനം. ഛത്തീസ്ഗഡിലേക്ക് പോയി അവിടെ ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയുണ്ടാകും. അതെപ്പോൾ എന്നത് ഈ നിമിഷം പറയാൻ കഴിയില്ല. വാരാണസിയിലാണ് നിലവിൽ പ്രധാനമന്ത്രി ഉള്ളത്.